മനസ്സിൻ്റെ ഹൃദയമിടിപ്പുകൾ തൊട്ടറിയാൻ കഴിയുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സുന്ദരമായൊരു ഗ്രാമമാണ് നായ്ക്കട്ടി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടി ഉയരത്തിൽ വെള്ളിമേഘങ്ങൾ മലനിരകളെ പുണരുന്ന ഈ പ്രദേശം പച്ചപ്പിൻ്റെ ഒരു മഹാസമുദ്രം പോലെയാണ് കാണപ്പെടുന്നത്. സുൽത്താൻ ബത്തേരി താലൂക്കിൻ്റെ കിഴക്കേ അറ്റത്ത് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും വനാതിർത്തികളോട് ചേർന്നു നിൽക്കുന്ന നായ്ക്കട്ടിക്ക് കേവലം പ്രകൃതി ഭംഗി മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ പോരാട്ട വീര്യത്തിൻ്റെ ചരിത്രം കൂടി പറയാനുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചുവടുവെപ്പുകൾ ഈ മണ്ണിൽ പതിഞ്ഞിട്ടുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഈ മണ്ണിൽ ഇന്ന് വിശ്വാസികൾക്ക് ആത്മീയമായ കുളിർമയേകുന്ന ഒരു മഹാസൗധം തലയുയർത്തി നിൽക്കുന്നു. അത് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദാണ്. ഇത് കേവലം കല്ലും സിമന്റും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമല്ല, മറിച്ച് ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള പ്രാർത്ഥനയുടെയും വിയർപ്പിൻ്റെയും ത്യാഗത്തിൻ്റെയും അനശ്വരമായ സ്മാരകമാണ്. നായ്ക്കട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയല്ല, മറിച്ച് മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ വലിയൊരു പോരാട്ട കഥയാണെന്ന് മനസ്സിലാക്കാം. മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ, കുന്നമംഗലം മേഖലകളിൽ നിന്നും മലപ്പുറത്തെ ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിൽ നിന്നും കൃഷി തേടി ഈ മലയോര മണ്ണിലേക്ക് കുടിയേറിയവരായിരുന്നു നായ്ക്കട്ടിയിലെ മുസ്ലിം സമുദായത്തിന്റെ പൂർവികർ. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വന്യമൃഗങ്ങൾ നിറഞ്ഞ നിബിഡ വനങ്ങളോട് പൊരുതി അവർ ഈ മണ്ണിൽ ജീവിതം കെട്ടിപ്പടുത്തു. കഠിനാധ്വാനവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും മാത്രമായിരുന്നു അവരുടെ കൈമുതൽ. അന്നത്തെ കാലത്ത് ഭൗതികമായ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. പട്ടിണിയും വറുതിയും നിറഞ്ഞ ആ നാളുകളിലും അവരുടെ മനസ്സിൽ ആത്മീയതയുടെ കനൽ കെടാതെ നിന്നു. ആ കനലിൽ നിന്നാണ് നായ്ക്കട്ടിയിലെ ആദ്യത്തെ പള്ളി രൂപം കൊള്ളുന്നത്. ഒരു ചെറിയ ഓലമേഞ്ഞ ഷെഡായിരുന്നു അവരുടെ ആദ്യത്തെ ആരാധനാലയം. കാറ്റിലും മഴയിലും വിറയ്ക്കുന്ന ആ ചെറിയ കെട്ടിടത്തിലിരുന്ന് അവർ അള്ളാഹുവിനെ സ്തുതിച്ചു. ആത്മീയമായ ആ കരുത്താണ് പിൽക്കാലത്ത് നായ്ക്കട്ടിയെ ഒരു വലിയ വിശ്വാസി സമൂഹമായി വളർത്തിയത്. കാലം കടന്നുപോയപ്പോൾ ആ കൊച്ചു ഓലപ്പള്ളി ഓടിട്ട കെട്ടിടമായി പരിവർത്തിക്കപ്പെട്ടു. വിശ്വാസത്തോടൊപ്പം അറിവിനും പ്രാധാന്യം നൽകിയ ആ സമൂഹം അവിടെ തന്നെ ഒരു മദ്രസയും ആരംഭിച്ചു. തലമുറകൾക്ക് അറിവ് പകർന്നു നൽകുന്ന ആ വിദ്യാലയം നായ്ക്കട്ടിയുടെ സാമൂഹിക വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. 1970കളിൽ ജനസംഖ്യ വർദ്ധിച്ചതോടെ സൗകര്യങ്ങൾ അപര്യാപ്തമായി തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് ഒരു വലിയ പള്ളി വേണമെന്ന ആഗ്രഹം ജനങ്ങളിൽ ശക്തമായത്. ആ സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകിക്കൊണ്ട് 1972 അന്നത്തെ പ്രമുഖ പണ്ഡിതനും നേതാവുമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പള്ളിക്ക് കല്ലിട്ടു. തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കി 1973 ഏപ്രിൽ 20 സയ്യിദ് അഹമ്മദ് ശിഹാബ് തങ്ങൾ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ എത്തേണ്ടതായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ശിഹാബ് തങ്ങൾ ആ കർമ്മം നിർവഹിച്ചു. അക്കാലത്ത് വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോൺക്രീറ്റ് പള്ളികളിലൊന്നായി നായ്ക്കട്ടി ജുമാ മസ്ജിദ് അറിയപ്പെട്ടിരുന്നു. പതിറ്റാണ്ടുകളോളം ആ പള്ളി പ്രദേശത്തെ ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായി നിലകൊണ്ടു. പതിറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യം ഉറങ്ങിക്കിടക്കുന്ന പ്രദേശമാണ് നായ്ക്കട്ടി. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലം മുതൽ കുടിയേറ്റ മേഖലയായി അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഏത് വർഷത്തിലാണ് ആദ്യം മുസ്ലിം ജനവിഭാഗം ഇവിടെ താമസമാക്കിയത് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ മൂന്നാമത്തെ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ പള്ളി. ആദ്യം ഓലമേഞ്ഞ പള്ളിയും പിന്നീട് ഓടുമേഞ്ഞ പള്ളിയും അത് കഴിഞ്ഞൊരു കോൺക്രീറ്റ് പള്ളിയും അതും കഴിഞ്ഞ് 4ാമത്തെ പള്ളിയാണ്. ആ പള്ളിയാണ് പുതുക്കി പണിത്. 2018 നവംബർ 24 ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഈ നാടിൻ്റെ ഒരു പരിച്ഛേദമായി മതസൗഹാർദ്ദം അങ്ങേയറ്റം വിഴിഞ്ഞൊഴുകിയ ഒരു ചടങ്ങായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. പ്രത്യേകിച്ച് ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം ഈ പള്ളി കാണുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജാതിമത ഭേദമന്യേ എല്ലാ സഹോദരന്മാരും ഈ പള്ളിയുടെ അകത്ത് കയറി പള്ളി ദർശിക്കുകയും അതോടൊപ്പം പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ചടങ്ങിൽ
ഈ നാട് മുഴുവനും പങ്കെടുത്ത വലിയൊരു ആഘോഷമായിരുന്നു. ഈ പള്ളിക്കുള്ള മറ്റൊരു പ്രത്യേകത, ഈ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ മുഴുവൻ തുകയും ഈ നാട്ടുകാർ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മഹലിൻ്റെ പരിധിയിലുള്ള 450 വീടുകൾ, ആ വീട്ടുകാരാണ് ഈ പള്ളിയുടെ മുഴുവൻ തുകയും അവരെടുത്തുകൊണ്ട് ഈ നാട്ടുകാരുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ പള്ളി ഇവിടെ പണിതുയർത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പണ്ട് മുതലേ ഈ നാട്ടിലെ എല്ലാവരും ഈ ആരാധനാലയത്തെ വലിയ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് നോക്കിക്കാണാറുള്ളത്. പലരും പലരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റു സമുദായത്തിൽപ്പെട്ടവരടക്കം ഈ പള്ളിക്ക് സംഭാവന നൽകുന്നതും നേർച്ച നൽകുന്നതുമൊക്കെ ഒരു പതിവുള്ള കാര്യമാണ്. അത്രമേൽ എല്ലാവർക്കും വലിയ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമുള്ള, പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പള്ളി കൂടിയാണ് ഈ പ്രദേശത്ത്. അതിൻ്റെ പഴയ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ നിർമ്മാണ ചാതുരിയിൽ മനോഹരമായിട്ട് ഈ പള്ളി പണിതു തീർത്തത്. ഒരുപക്ഷെ ഞങ്ങളുടെ കാരണവന്മാർ നല്ല വീടില്ലാത്തൊരു കാലഘട്ടത്തിൽ, ഓലമേഞ്ഞ ചെത്തിത്തേക്കാൻ കഴിയാത്ത വീടുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അന്ന് ഇവിടെ വയനാട്ടിലെ ഏറ്റവും നല്ല ഒരു പള്ളി പണിതവരായിരുന്നു ഞങ്ങളുടെ കാരണവന്മാർ. അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഈ നാടിൻ്റെ വളർച്ചയ്ക്കനുസൃതമായി, പ്രത്യേകിച്ച് ശില്പകല അതിൻ്റെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന സമയത്ത് മനോഹരമായ ഒരു പള്ളി പണിയാൻ പിൻതലമുറക്ക് ഒരവസരമുണ്ടായി എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരു സവിശേഷത. എങ്കിലും കാലത്തിന്റെ മാറ്റം വീണ്ടും വലിയൊരു ആവശ്യത്തിലേക്ക് നായ്ക്കട്ടിയെ നയിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന് ബലക്ഷയം അനുഭവപ്പെടുകയും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ പുതിയൊരു പള്ളി എന്ന ആശയം വീണ്ടും സജീവമായി. വരും തലമുറകൾക്ക് അഭിമാനത്തോടെ നോക്കി നിൽക്കാവുന്ന, നൂറ്റാണ്ടുകളെ അതിജീവിക്കുന്ന ഒരു വിസ്മയം തീർക്കണമെന്നതായിരുന്നു മഹല്ല് നിവാസികളുടെ ആഗ്രഹം. 2014 മെയ് മാസത്തിൽ തിരുവനന്തപുരം പാളയം പള്ളി മുൻ ഇമാം വാഹിൽ അബ്ദുൽ ഗാഫർ മൗലവിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ചർച്ചയാണ് ഈ ബൃഹത്തായ പദ്ധതിക്ക് ജീവൻ നൽകിയത്. എന്നാൽ ആ സമയത്ത് മഹല്ല് കമ്മിറ്റിയുടെ കൈവശം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആവശ്യമായ തുക പോലുമില്ലായിരുന്നു. വെറും 15,000 രൂപയിൽ താഴെ മാത്രം കയ്യിലിരുന്നുകൊണ്ട് കോടികൾ ചെലവ് വരുന്ന ഒരു നിർമ്മാണത്തിന് മുതിരുന്നത് ഭൗതികമായി ചിന്തിക്കുമ്പോൾ അസാധ്യമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വീട് അവൻ തന്നെ പൂർത്തിയാക്കുമെന്ന ഉറച്ച ബോധ്യമായിരുന്നു ഓരോ വിശ്വാസിക്കും ഉണ്ടായിരുന്നത്. ആ വിശ്വാസം മലകളെ പോലും ചലിപ്പിക്കാൻ പ്രാപ്തമായിരുന്നു. ഏകദേശം 17,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പൗരാണികവും ആധുനികവുമായ വാസ്തുശില്പ കലകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനാണ് എഞ്ചിനീയർ നസീർ തയ്യാറാക്കിയത്. നിർമ്മാണം ആരംഭിച്ചതോടെ നായ്ക്കട്ടി സാക്ഷ്യം വഹിച്ചത് അത്ഭുതകരമായ ജനപങ്കാളിത്തത്തിനായിരുന്നു. പണമില്ലാത്തതിന്റെ പേരിൽ നിർമ്മാണം ഒരിക്കൽ പോലും തടസ്സപ്പെട്ടില്ല. ഗൾഫ് നാടുകളിൽ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന നായ്ക്കട്ടിയുടെ പുത്രന്മാർ തങ്ങളുടെ വിയർപ്പിന്റെ വിഹിതം മാസാമാസം നാട്ടിലേക്ക് അയച്ചു. നാട്ടിലെ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും തങ്ങളുടെ നിത്യചെലവിൽ നിന്നും മാറ്റിവെച്ച തുകകൾ പള്ളിക്കായി നൽകി. ഇതിനിടയിൽ നടന്ന ചില സംഭവങ്ങൾ കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം ഏറ്റെടുത്ത് നമ്മുടെ സഹോദരിമാർ തങ്ങളുടെ ആഭരണങ്ങൾ പള്ളി നിർമ്മാണത്തിനായി ഉദാരമായി നൽകി. സ്വന്തമായി വലിയ സമ്പാദ്യമൊന്നും ഇല്ലാതിരുന്ന ഒരു സഹോദരി തന്റെ വീട്ടുമുറ്റത്തെ ഏക വരുമാന മാർഗമായിരുന്ന ആടിനെ വിറ്റ് ആ തുക പള്ളിക്ക് നൽകിയ കഥ നായ്ക്കട്ടിയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ സാധാരണക്കാരുടെ ഹൃദയം തൊട്ടുള്ള സമർപ്പണമാണ് ഈ പള്ളിയുടെ ഓരോ കല്ലിലുമുള്ളത്. നായ്ക്കട്ടി പള്ളിയുടെ നിർമ്മാണം മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകി. ഈ മനോഹര സൗധത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് കോഴിക്കോട് സ്വദേശിയായ ശ്രീകാന്ത് എന്ന വ്യക്തിയായിരുന്നു. ഒരു മുസ്ലിം ആരാധനാലയത്തിന്റെ നിർമ്മാണം മറ്റൊരു മതസ്ഥൻ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് നടത്തിയത് കേരളത്തിന്റെ മതേതര മനസ്സിന്റെ ഉദാത്തമായ ഉദാഹരണമാണ്. മൂന്നാമത്തെ പള്ളി ഇവിടെ വാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ലാസ്റ്റ് വാർത്ത് തീരുന്ന ദിവസം അതിന് പണിക്കാർക്ക് കൂലി കൊടുക്കാൻ വരെ പണമില്ലാത്തൊരവസ്ഥയിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ആലുകുനിക്കാന്ന് പറഞ്ഞ ആള് ശരിക്കും ഈ റോട്ടിൻ്റെ മധ്യത്തിൽ നിന്നിട്ട് കരഞ്ഞ് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് എൻ്റെ കണ്ണൂട്ട് ഞാൻ കണ്ടാണ്.
ആ തരത്തിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ മുൻഗാമികളായ ആളുകൾ ഈ പള്ളികളെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നിലവിലുള്ള പള്ളി ഈ നാട്ടിലെ ആളുകളെ കൊണ്ട് മാത്രം മറ്റൊരാളിൽ നിന്നും പിരിവെടുക്കാതെ ആളുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു വലിയൊരു പള്ളിയാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം പ്രായം കൂടിയ ആളുകളും കുട്ടികളും ഒക്കെ ആണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു നിലയിലാണ് ഞങ്ങളുടെ പള്ളിയും ഞങ്ങളെ ആളുകളായിട്ട് നിൽക്കുന്നത്. 2015 മെയ് 7 സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പുതിയ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തി. ആ ചടങ്ങിൽ സയ്യിദ് മുഹമ്മദ് നിസാമി നടത്തിയ പ്രഭാഷണം ജനങ്ങൾക്ക് വലിയ ആവേശമായി. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും പാണക്കാട് കുടുംബത്തിന്റെ പ്രാർത്ഥനയും സാന്നിധ്യവും നായ്ക്കട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. 2016 നവംബറിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീണ്ടും എത്തിയത് നാട്ടുകാർക്ക് വലിയ കരുത്തേകി. കാത്തിരിപ്പുകൾക്കൊടുവിൽ ആ ധന്യ നിമിഷം വന്നെത്തി. 2018 നവംബർ 14 ബുധനാഴ്ച നായ്ക്കട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ദിനമായി മാറി. വയനാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് ആ മനോഹരമായ പള്ളിയുടെ ഉദ്ഘാടനം കാണാൻ ഒഴുകിയെത്തിയത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പള്ളിയുടെ മിനാരത്തിൽ നിന്നും ബാങ്ക് വിളിച്ചുകൊണ്ട് ആ മന്ദിരം നാടിന് സമർപ്പിച്ചു. ആ ബാങ്ക് വിളി നായ്ക്കട്ടിയുടെ കുന്നുകളിലും താഴ്വരകളിലും ഒരു പുതിയ ഉണർവ് നൽകി. ചടങ്ങിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ പള്ളിക്ക് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദ് എന്ന് നാമകരണം ചെയ്തു. ഇസ്ലാമിലെ ഒന്നാം ഖലീഫയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഉറ്റ സുഹൃത്തുമായിരുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ പേര് ഈ പള്ളിക്ക് നൽകിയത് തികച്ചും അർത്ഥവത്താണ്. തന്റെ സർവ്വസമ്പാദ്യവും ദീനിന്റെ മാർഗത്തിൽ സമർപ്പിച്ച ആ മഹാമനസ്കന്റെ പേര് വിയർപ്പും സമ്പാദ്യവും നൽകി ഈ പള്ളി പടുത്തുയർത്തിയ നായ്ക്കട്ടിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ നാമം തന്നെയാണ്. നമ്മുടെ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അകത്തുള്ള കാലിഗ്രാഫിയാണ്. നമ്മൾ ഇന്തോനേഷ്യയിലുള്ള ജപ്പാറ എന്ന് പറയുന്ന ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വുഡൻ ആർട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ മുഴുവൻ ഇന്ത്യയിൽ വർക്ക് ചെയ്തത്. ഏകദേശം 99% മരങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. എല്ലാം ഫിനിഷ്ഡ് ഗുഡ്സായിട്ടാണ് നമ്മൾ ഷിപ്മെൻറ്റ് നടത്തിയതും. ഇവിടെ കൊണ്ടുവന്നാൽ ജസ്റ്റ് ഒരു ടച്ചപ്പ് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അവിടെ പല പ്രാവശ്യം ഇതിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഭാഗ്യം കിട്ടിയപ്പോൾ എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയത്, ഇന്ത്യൻ കാലിഗ്രാഫിയും അതേപോലെ നമ്മുടെ മറ്റുള്ള സ്ഥലത്തുള്ള പ്രത്യേകിച്ച് ഇന്തോനേഷ്യയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ കൈകൾ കൊണ്ടാണ് ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നത്. മെഷീനറി ഒന്നും ഉപയോഗിക്കാതെ കൈകൊണ്ടോട് മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന മുഴുവൻ വർക്കുകളാണ് നമ്മൾ അകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂറത്തുകൾ, നമ്മുടെ ഷഹാദ, ഫാത്തിഹ പോലത്തെ സൂറത്തുകൾ, ഇത് കംപ്ലീറ്റാണ് നമ്മളകത്ത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു പാരമ്യം മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ള പള്ളികളിൽ ഇത് ചെയ്തിരിക്കുന്ന പള്ളികൾ പോയി നോക്കുമ്പോഴാണ് ആ ക്വാളിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ കഴിയുന്നത്. അതേപോലെ ഉള്ളിലുള്ള ലൈറ്റുകൾ, ഇത് മൊറോക്കൻ സ്റ്റൈലുള്ള ലൈറ്റുകളാണ് നമ്മൾ ദുബായിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാർപ്പറ്റ് ആണെങ്കിലും നമ്മൾ തുർക്കിയുടെ കാർപ്പറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ എത്രത്തോളം നമുക്ക് ഈ പള്ളിയിൽ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും നാട്ടുകാരുടെയും മറ്റുള്ള പ്രത്യേകിച്ച് ആർക്കിടെക്റ്റിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. അതിൻ്റെ ഫലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പള്ളിയിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ മറ്റുള്ള പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മെൻ്റലി ഫ്രീഡം കിട്ടുന്ന ഒരു കാര്യം കൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്നത് കേവലം 5 നേരത്തെ നമസ്കാരത്തിനുള്ള ഒരിടം മാത്രമല്ല, അതൊരു ആത്മീയ വിദ്യാലയമാണ്. നമസ്കാരം എന്നത് മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള ഒരു യാത്രയാണ്. മനുഷ്യൻ അഹങ്കാരങ്ങളെല്ലാം വെടിഞ്ഞ് തൻ്റെ സ്രഷ്ടാവിന് മുന്നിൽ നെറ്റിത്തടം മണ്ണിൽ ചേർക്കുമ്പോൾ അവൻ പ്രപഞ്ചത്തിൻ്റെ നാഥനോട് സംവദിക്കുകയാണ്. ആത്മാവ് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ആ അവസ്ഥയാണ് മിയറാജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരം ഭൂമിയിലാണെങ്കിലും മനസ്സ് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് താഴെയായിരിക്കണം. ഈ ആത്മീയ ഉയർച്ച കൈവരിക്കാൻ സഹായിക്കുന്ന ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷമാണ് അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദിൽ ഒരുക്കിയിരിക്കുന്നത്. പള്ളിയുടെ ഉൾവശത്തെ അലങ്കാരങ്ങളും മിനാരങ്ങളുടെ ഉയരവും മിഹ്റാബിലെ സൂക്ഷ്മമായ കലാവേലകളും എല്ലാം വിശ്വാസിക്ക് ദൈവീകമായ അനുഭൂതി നൽകുന്നവയാണ്. 1953 മുതൽക്കാണ് ഇവിടെ പള്ളിയിൽ ആദ്യമായിട്ട് പള്ളി ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യത്തെ പള്ളി ആ പള്ളീൻ്റെ സൈഡിലായിരുന്നു ചെറിയ രീതിയിൽ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ഷെഡ്. ആ ഷെഡിൽ പഠിക്കാൻ ഭാഗ്യക്കൊട്ട ആളും കൂടിയാണ് ഞാൻ. അതിനുശേഷം അന്നത്തെ മഹല്ല് കമ്മിറ്റീൻ്റെ പ്രസിഡൻ്റ്
ഒന്ന് കുഞ്ഞുട്ടിയാലിക്ക, ഒന്ന് മോയിൻകുട്ടിക്ക, ഖാദർ ഹാജി, എൻ്റെ പിതാവ് അംസ ഹാജി, പിന്നെ അബ്ദുറഹ്മാൻ കുട്ടി ഹാജി എന്നുള്ള ആളുകളൊക്കെ വിവിധ കാലഘട്ടങ്ങളിൽ മഹല്ല് കമ്മിറ്റിൻ്റെ പ്രസിഡന്റുമാരായിട്ട് നിന്നിട്ടുണ്ട്. എന്നാൽ ഈ ആദ്യത്തെ ഈ പള്ളി പൊളിച്ച ശേഷം ചെറിയ രണ്ടാമതൊരു പള്ളി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഉള്ളിൽ 5 വരിയിലായിട്ട് 7 ആൾ വീതം കൊള്ളുന്ന 35 ആൾക്ക് മാത്രം നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നതായിരിക്കും ഉൾഭാഗം. അതിൻ്റെ പുറകുവശത്ത് ഒരു 10-20 ആൾക്കും കൂടി നിൽക്കുക. അവിടെ ഒരു കോണിയും കൂടി ഉണ്ടായിരുന്നു മേലോട്ട് കയറി പോണത്. ആ പള്ളിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി വലിപ്പം കൂടിയ രണ്ടാമത്തെ പള്ളി. ആ രണ്ടാമത്തെ പള്ളിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെയ്ദലി മുസ്ലിയാർ എന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിയാർ വന്നിട്ട് ഇവിടെ ആദ്യമായിട്ട് വന്നിരുന്നു. അതിന് മുമ്പ് ഒരു ബീരാ മുസ്ലിയാർ ഉണ്ടായിരുന്നു, പിന്നെ ഹുസൈൻ മുസ്ലിയാർ. ഇന്ന് നായ്ക്കട്ടിയിലെ ഈ പള്ളി കേവലം ഒരു ആരാധനാലയമായി ഒതുങ്ങി നിൽക്കുന്നില്ല. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയും സ്കൂളും ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. വിജ്ഞാനം ആയുധമാക്കി വരും തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം പള്ളി ഭാരവാഹികൾക്കുണ്ട്. കൂടാതെ മഹല്ല ഖത്തീബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വനിതാ ഖുർആൻ ക്ലാസുകൾ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ ഊർജം നൽകുന്നു. ദീനി വിജ്ഞാനം പകർന്നു നൽകുന്ന ദർസ് സംവിധാനവും ഇവിടെ സജീവമാണ്. ഇതുകൂടാതെ ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മഹല്ലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒരു പ്രകാശ ഗോപുരമായി നായ്ക്കട്ടി ജുമാ മസ്ജിദ് ഇന്ന് ശോഭിച്ചു നിൽക്കുന്നു. വയനാടിന്റെ കുളിരുള്ള കാറ്റിൽ അലിഞ്ഞു ചേരുന്ന ബാങ്കുവിളികൾ ഇന്നും നായ്ക്കട്ടിയുടെ ആത്മീയ ചൈതന്യം വിളിച്ചോതുന്നു. ഈ പള്ളി പണിയാൻ വേണ്ടി ഓരോരുത്തരും സഹിച്ച കഷ്ടപ്പാടുകൾ അള്ളാഹു അർഹമായ രീതിയിൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ അള്ളാഹുവിനായി ഒരു വീട് പണിയുന്നവർക്ക് സ്വർഗത്തിൽ ഒരു വീട് നൽകുമെന്ന പ്രവാചക വചനം ഈ നിർമ്മാണത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ആശ്വാസമാകട്ടെ. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആ ത്യാഗത്തിന്റെ പാത പിന്തുടരാൻ വരും തലമുറയ്ക്കും കഴിയണം. ഈ പള്ളി കേവലം മനോഹരമായൊരു കെട്ടിടമായി മാത്രം അവശേഷിക്കരുത്, മറിച്ച് അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹവും സമാധാനവും വിതറുന്ന ഒരിടമായി എന്നെന്നും നിലനിൽക്കണം. അള്ളാഹുവിൻ്റെ തണലിൽ ഈ പള്ളി ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയാകട്ടെ. ഈ ചരിത്രം അറിയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ലക്ഷ്യബോധവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം. നായ്ക്കട്ടിയിലെ വിശ്വാസികൾ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ പള്ളിയുടെ ഓരോ മിനാരവും വിളിച്ചു പറയുന്നത് ഐക്യത്തിൻ്റെ മനോഹാരിതയാണ്. വരും തലമുറകൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സ്വത്ത് ഈ വിശ്വാസവും സംസ്കാരവുമാണ്. നായ്ക്കട്ടി അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദിൻ്റെ ഈ ചരിത്രം ഒരു വലിയ പാഠപുസ്തകമാണ്. അതിജീവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പാഠപുസ്തകം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.